ശ്രീ ടി പി ജയേന്ദ്രൻ, ഇപ്പോൾ PM ശ്രീയിൽ ഒപ്പിട്ടാൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരും എന്നതാണ് വ്യവസ്ഥ എന്നുള്ളതാണ് പറയുന്നത്. അതാണ് CPM ആവർത്തിച്ച് പറയുന്നത്, അത് സാധിക്കില്ല എന്ന്. BJP എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? PM ശ്രീയിൽ ഒപ്പിട്ടതുകൊണ്ട് അങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണോ? ദേശീയ വിദ്യാഭ്യാസ നയം എന്നുള്ളത് എല്ലായിടത്തും നടപ്പാക്കാനുള്ളതാണ്, അത് കേരളത്തിലും നടപ്പാക്കിയിരിക്കും എന്നുള്ളതാണോ? സ്മൃതി, ആമുഖമായിട്ട് പറയാനുള്ളത്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭാരതീയ ജനതാ പാർട്ടി ഓട് പൊളിച്ച് അകത്ത് കയറി ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണം കൈയടക്കിയതല്ല. മറിച്ച് കേരളത്തിൽ എങ്ങനെയാണോ പിണറായി വന്നത്, കർണാടകയിൽ എങ്ങനെയാണോ സിദ്ധരാമയ്യ വന്നത്, അതുപോലെ ഈ രാജ്യത്തെ ജനങ്ങൾ ഞങ്ങളുടെ നയവും പരിപാടിയും മുന്നോട്ട് വെച്ച് അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് BJP തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നത്. ഭാരതീയ ജനതാ പാർട്ടി അതിനനുസരിച്ച് നിലപാടും നയവും കൃത്യമായും വ്യക്തമായും നടപ്പിലാക്കി കൊണ്ട് മുന്നോട്ട് പോകും. പക്ഷെ പാഠപുസ്തകത്തിൽ ഡെമോക്രസിയെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല, അത് ഒഴിവാക്കിയിരിക്കുകയാണ് പാഠഭാഗത്തിൽ നിന്ന്. അതൊക്കെ ഞാൻ പറയാം സ്മൃതി, ഇങ്ങനെ തുടക്കത്തിലെ എൻ്റെ വായെ കിടന്ന് കോലിട്ടിളക്കണ്ട, ഞാനൊന്ന് പറഞ്ഞോട്ടെ. രണ്ടാമത്, ഇതിൽ ആർക്കാ സ്മൃതി നയമുള്ളത്? CPIക്കാണോ നയം? അടിയന്തരാവസ്ഥയിൽ കോൺഗ്രസിനൊപ്പമായിരുന്നു. ഈ രാജ്യത്തെ ഭരണഘടന പിച്ച് ചീന്തിയപ്പോഴവർ കോൺഗ്രസിനൊപ്പമായിരുന്നു. ഈ CPI ഇതേ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒപ്പമല്ലേ കേരളത്തിൻ്റെ പുറത്തു പോയാൽ? ഇവർക്ക് ആർക്കാ നയവും നിലപാടും ഉള്ളത്? അതുകൊണ്ട് ഇതൊരു കാര്യം നമ്മൾ തുറന്ന് സമ്മതിക്കണം, ഉളുപ്പില്ലായ്മയുടെ മാതൃകയാണിത്. കാല് പിടിച്ച് സാഷ്ടാംഗ പ്രണാമം നടത്തി നരേന്ദ്രമോദിയോട് അവർ സാഷ്ടാംഗം പറഞ്ഞിരിക്കുന്നു. ഇനി സ്മൃതി ചോദിച്ച ചോദ്യം, അല്ല മീരാനെ, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് 36 കേന്ദ്ര സംസ്ഥാന ഭരണപ്രദേശങ്ങളുണ്ട്. നിങ്ങൾക്കറിയോ, കേരളം കൂടി ഒപ്പിട്ടാൽ ഇനി ആകെ 2 സംസ്ഥാനം ഒപ്പിടാനുള്ളത്. മീരാൻ അറിയോ? നിങ്ങളൊരു മുന്നണീൻ്റെ ഭാഗമല്ലേ മീരാനെ? അല്ല മിസ്റ്റർ മീരാൻ, കർണാടകയിലെ 478 സ്കൂളുകൾ നടപ്പിലാക്കുന്നുണ്ടോ? പറ. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്, 150 സ്കൂൾ നടപ്പിലാക്കുന്നുണ്ടോ നിങ്ങൾ? ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പൈസ മുടക്കി നടപ്പിലാക്കുന്നത് തെലുങ്കാനയാണ്. നിങ്ങൾക്കറിയോ? 794 സ്കൂളുകളാണ് നടപ്പിലാക്കുന്നത്. ഇനി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പാകെ ഇത് മാത്രമാണോ സ്മൃതി നമ്മുടെ മുമ്പിലുള്ളത്? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന ബോർഡ് ഞങ്ങൾ വെക്കില്ല പറഞ്ഞിരുന്നോ പിണറായിയും കൂട്ടരും? അതിന് പിന്തുണ കൊടുത്തിരുന്നോ കോൺഗ്രസ്? എന്താണ് ആയുഷ്മാൻ മന്ദിർ എന്ന് കേരളത്തിലെ ആശുപത്രിയുടെ മുമ്പിൽ വെച്ചാൽ കേരളത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പൈസ കൊടുക്കുന്ന ആരാണ് എന്ന്. അത് ഞങ്ങളാണ് എന്നുള്ള വിടുവായത്വം പൊട്ടിപ്പോകും. എന്നിട്ട് കേരളത്തിലെ ആയുഷ്മാൻ മന്ദിരത്തിൻ്റെ ബോർഡ് വെച്ചപ്പോൾ കേരളത്തിലെ ആശുപത്രികൾ പൊളിഞ്ഞു പോയോ? അവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ പോക്ക് നിർത്തിയോ? ഇതൊക്കെ തട്ടിപ്പല്ലേ? ഇനി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യവും കൂടെ, ഇതിനകത്ത് ഈ കരാറ് നിങ്ങൾക്കൊരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, PM ശ്രീ, SSA, NEP 2020 ഇതൊന്നും വേർതിരിച്ച് കാണാൻ പറ്റുന്നതല്ല. ഇതെല്ലാം ഒന്നിൻ്റെ വകഭേദങ്ങളാണ്. പ്രധാനമന്ത്രി സ്കൂൾ ഓഫ് റൈസിംഗ് ഇന്ത്യ, ഉയരുന്ന ഭാരതത്തിലെ വിദ്യാലയങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വേണ്ടേ? ഞാൻ എൻ്റെ മീരാനോടും എൻ്റെ CPIക്കാരോടും ചോദിക്കുന്നു, അല്ല സർ, അടിസ്ഥാന സൗകര്യ വികസനത്തിന് അതാണോ കാവ്യവൽക്കരണം? സ്മാർട്ട് സ്കൂളുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ നിർമ്മിക്കുന്നതാണോ കാവ്യവൽക്കരണം? എൻഹാൻസ്ഡ് ലൈബ്രറി നിർമ്മിക്കുന്നതാണോ കാവ്യവൽക്കരണം? ലബോറട്ടറികൾ പരിഷ്കരിക്കുന്നതാണോ കാവ്യവൽക്കരണം? പ്ലേ ഗ്രൗണ്ടുകളുടെ ഉയർത്തയാണോ? സോളാർ പാനലുകളും LED ലൈറ്റുകളും ന്യൂട്രീഷൻ ഗാർഡനുകളും വേസ്റ്റ് മാനേജ്മെൻറ്റും റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങും പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസുകളും നിർമ്മിക്കുന്നതാണോ കാവ്യവൽക്കരണം? ഈ രാജ്യത്ത് കോടാനുകോടി കോൺഗ്രസ് ഗവൺമെന്റുകളും അല്ലാത്ത ഗവൺമെന്റുകളും സ്വീകരിച്ചു കഴിഞ്ഞു സ്മൃതി. ഇതൊന്നുമല്ലല്ലോ വിഷയം. വികാരം എന്താ? ഇതൊന്നുമല്ലല്ലോ വിഷയം. അങ്ങ് പാഠപുസ്തകത്തിലേക്ക് വരൂന്നേ, കരിക്കുലത്തിലേക്ക് വരൂ. ആ ചോദ്യം സ്മൃതി ചോദിക്കേണ്ടത് ജയചന്ദ്രനോടും CPIക്കാരനോടുമാണ്. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെക്കാൻ പോകുന്നത് എന്താ സ്മൃതി? മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെക്കാൻ പോകുന്നത് ഒന്ന്, ഞങ്ങൾ NEP 2020 നടപ്പിലാക്കും ഇല്ലേ? ഞങ്ങൾ ഇവിടെ 10+2 പാറ്റേൺ മാറ്റിയിട്ട് 5+3+3+4 പാറ്റേൺ നടപ്പിലാക്കും ഇല്ലേ? ഈ സ്കൂളുകൾ നടപ്പിലാക്കാൻ പോകുന്നിടത്ത് ഇത് രണ്ടും ലംഘിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിട്ട് കൊടുത്താൽ അതിൽ നിന്ന് പിന്മാറാൻ ഇവർക്ക് കഴിയുമോ? കേരളത്തിലെ ചില സ്കൂളുകൾ ഇങ്ങനെയും ബാക്കിയുള്ള സ്കൂളുകൾ അങ്ങനെയും നടക്കുമോ സ്മൃതി? +2 കഴിഞ്ഞ കുട്ടികൾ ഈ സ്കൂളിൽ അവിടെ തന്നെ പഠിക്കും, മറ്റുള്ളവർ എങ്ങോട്ട് പോകും? ഈ സ്കൂളുകളിൽ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ NEP നടപ്പിലാക്കാമെന്ന് ഉറപ്പ് കൊടുക്കും.
ഇങ്ങനെ രണ്ടിടത്ത് നടക്കാൻ സാധിക്കുമോ? ആരോഗ്യമന്ത്രി സംഭവിച്ച മാതിരി തന്നെ ഇവിടെ മറിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല സ്മൃതി. ഈ രാജ്യത്ത് ഒരു കാര്യം കൂടി ഇവരൊക്കെ മനസ്സിലാക്കണം. ഇവിടെ ചില ആളുകൾ ഇപ്പോൾ BJPക്ക് വർഗീയതയ്ക്ക് ക്ലാസ് എടുക്കുന്നു കേട്ടു. ഒരാൾ കാസർഗോഡ് വിളിച്ച മുദ്രാവാക്യം മീരാൻ ഓർമ്മയുണ്ടോ? അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടി തൂക്കി കത്തിക്കും. RSSനെ കത്തിക്കും എന്നല്ല പറഞ്ഞത്, ആര്യ കത്തിക്കും എന്ന് പറഞ്ഞത്. വേറൊരു നേതാവ്, മീരാന്റെ നേതാവ് പറഞ്ഞിട്ടുണ്ട്, മതമാണ് 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 പ്രശ്നം, ഞങ്ങൾ മതത്തിനു വേണ്ടി മാത്രമാണ് ഭരിക്കുന്നത്. ഇവരാണ് ഇവിടെ വന്നിട്ട് പ്രേക്ഷകന്മാർക്ക് മതത്തെക്കുറിച്ചും വർഗീയത വിരുദ്ധതയെക്കുറിച്ചും. നമ്മൾ പാഠപുസ്തകത്തിലേക്ക് വരുമ്പോൾ പാഠപുസ്തകത്തിലെ ദേശീയ നയം ഒന്ന് വിശദീകരിക്കൂ. അല്ല, അത് ഒരുപാട് ചർച്ച ചെയ്തതല്ലേ? അല്ല, ഇനിയും അതിലേക്ക് വരേണ്ടി വരുന്നേ, അതല്ലേ നടപ്പാക്കാൻ പോകുന്നത്, അപ്പൊ പറയേണ്ടി വരില്ലേ? അല്ല പറയട്ടെ, ഞാൻ തന്നെ പറയാം. കർണാടകത്തില് ഈ എന്താ പറയാ 478 സ്കൂളുകളിൽ ഇത് നടപ്പിലാക്കിയിട്ട് അവിടെ ഭൂകമ്പം ഉണ്ടായോ സ്മൃതി? അല്ല, ഭൂകമ്പം ഉണ്ടാകുന്നു എന്നുള്ളതല്ലോ. അല്ല, ഭൂകമ്പം ഉണ്ടാകുന്നു എന്നുള്ളതല്ലോ. ഭൂകമ്പമൊക്കെ എങ്ങനെ ഉണ്ടാകുന്നതാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതെന്നൊക്കെയാണ് പ്രശ്നമേ. നിങ്ങൾ വിമാനത്തെക്കുറിച്ച് പുഷ്പവിമാനമാണ് ആദ്യത്തെ വിമാനം എന്ന് പറയുന്നു. കേന്ദ്രമന്ത്രിമാർ തന്നെ ശാസ്ത്രവും മിത്തും തമ്മിൽ ഒരുമിച്ച് ചേർത്ത് മിത്ത് തന്നെയാണ് ശാസ്ത്രം എന്ന രീതിയിൽ പറയുന്നു. അതിനെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെ വേറെ രീതിയിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ. അങ്ങിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശരി, വികസനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് ലാബുകളുടെ കാര്യം, കെട്ടിടങ്ങളുടെ കാര്യം വളരെ പ്രോഗ്രസീവായ കാര്യങ്ങളാണ് അങ്ങ് പറഞ്ഞത്. ഇതിലേക്ക് അങ്ങ് വന്നതുമില്ല. അല്ല, ഞാൻ അതിലേക്ക് തന്നെയാണ് സ്മൃതി വരുന്നത്. ഒന്ന്, ഈ രാജ്യത്തെ ജനങ്ങൾ സ്വീകരിക്കാത്ത ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം, ഒരു പദ്ധതിയും ഇന്ത്യ രാജ്യത്ത് വികസിക്കുമെന്ന് സ്മൃതി വിശ്വസിക്കുന്നോ? മനസ്സിലായില്ല. അവസാന വാക്കൊന്നുമല്ല ഭരണകൂടം. പാഠപുസ്തകം നിങ്ങൾ കരിക്കുലത്തിൽ ഒരു കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് കുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ രക്ഷിതാക്കളെ സംബന്ധിച്ച് വഴി എന്താണ്? അങ്ങൊന്ന് പറഞ്ഞു തരൂ. ഒരു പ്രക്ഷോഭം നടത്തി അതിനെ എതിർക്കണമെന്നോ എന്താണ് അങ്ങ് പറയുന്നത്? എന്താ സ്മൃതി ചോദിച്ചാൽ മനസ്സിലായില്ല. എല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ വിദ്യാഭ്യാസ നയത്തെ എല്ലാവരും അംഗീകരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അംഗീകരിക്കാത്തവരാണല്ലോ ബാക്കി 3 പേർ, അവരല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് കഴിഞ്ഞ ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ രാവിലെ സ്മൃതി തുള്ളിക്കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്മൃതിക്ക് മനസ്സിലായില്ല എങ്ങനെയത് മനസ്സിലാവുകയെന്ന്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണിയപ്പോഴും നിങ്ങളുടെ പ്രവചനം മാറി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സറിയുന്നത് എന്ന്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ രാവിലെ തുള്ളിക്കളിച്ചവർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ഹിതം പരിശോധിക്കുന്നത് എങ്ങനെയാണ് എന്ന്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എങ്ങനെയാണ് തുള്ളിക്കളിച്ചിരുന്നത്? എന്നിട്ട് ഒറ്റയ്ക്ക് ഭരിക്കാനായോ? ആ ചോദ്യം ഉണ്ടല്ലോ. അല്ല, ഏതായാലും സ്മൃതിയുടെ പാർട്ടിയുടെ പിന്തുണയുമായിട്ടല്ലല്ലോ. അതേത് പാർട്ടി? ഒറ്റയ്ക്ക് ഭരിച്ചതിന് ശേഷം ഇപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരമല്ലേ പ്രതീക്ഷിക്കുന്നത്? ഇതിലിപ്പോൾ വിവിധ പാർട്ടികളിലെ പ്രതിനിധികൾ ഇരിക്കുകയാണ്. ഇവർ ഓരോരുത്തരും ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത്. ഒരു മുന്നണിയിലെ തന്നെ 2 പാർട്ടികൾക്ക് 2 അഭിപ്രായം വരുന്ന സാഹചര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് CPM-ന് അല്ലെങ്കിൽ സർക്കാരിന് CPI ഒഴിച്ച് നിങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് എത്താൻ കഴിയുന്നതെന്നുള്ളതാണ് ചോദ്യം. അതൊരു അവിശുദ്ധ ബന്ധമാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു, UDF ആരോപിക്കുന്നു. അങ്ങനെ ഒരു അവിശുദ്ധ ബന്ധമാണോ? എന്തുകൊണ്ട് ഒപ്പിടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ത് സമ്മർദ്ദ തന്ത്രമാണ് അത്? സ്മൃതി ഇപ്പൊ സ്മൃതിയുടെ ഉള്ളിൽ ഇപ്പൊ പറഞ്ഞ വ്യക്തമായി ഞാൻ മറുപടി പറയാം. സ്മൃതി ആരാ സ്മൃതി അങ്ങനെ പറഞ്ഞത്? കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി. ഇവർ 2 സ്മൃതി ഒരു മുന്നണിപ്പെട്ടവരാണോ? പിണറായി വിജയൻ എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ CPM-ഉം നിങ്ങൾ ഈ പറയുന്ന KC വേണുഗോപാൽ എന്ന് പറയുന്ന സംഘടനയുടെ നേതാക്കന്മാരും ഇവർ ഒരുമിച്ചാണോ സ്മൃതി ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്നത്? ഉളുപ്പുണ്ടോ വേണുഗോപാലിന് കേരളത്തിൽ വന്ന് ഇത് പറയാൻ? അദ്ദേഹം ചെയ്യേണ്ടത് എന്താ? ഇത്ര വിശ്വസിക്കാൻ കൊള്ളാത്ത, ഇതുപോലെ BJP-യോട് അടുക്കളപ്പണി ചെയ്യുന്ന, BJP നയം അംഗീകരിക്കുന്ന ഞങ്ങളുടെ എതിർപ്പുള്ള പാർട്ടിക്കാരനെയും കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ഖാർഗെയോടും രാഹുൽ ഗാന്ധിയോടും പറഞ്ഞ് ഈ CPM-നെ പുറത്താക്കേണ്ട സ്മൃതി ആത്മാർത്ഥതയുണ്ടെങ്കിലും. നിങ്ങൾ ഇപ്പൊ ചോദിച്ച ചോദ്യം നിങ്ങൾ തമ്മിലുള്ള ബന്ധമൊന്ന് പറഞ്ഞു തരൂ. അതല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് CPM-മായി എന്താണ് ബന്ധമെന്ന് പറഞ്ഞു തരൂ. ഞങ്ങൾക്ക് CPM-ആയുള്ള ബന്ധം, CPM ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടിയാണ്, കോൺഗ്രസ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, കോൺഗ്രസ് CPM ഒരു മുന്നണിയിൽപ്പെട്ട കക്ഷിയാണ്, അവരുടെ കൂടെയുള്ള BJP-യുടെ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി CPM മാറി എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഞാൻ മലയാളത്തിൽ ആ സ്മൃതി പറഞ്ഞത്, ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസും BJP-യുടെ ഇതേ നയം അംഗീകരിച്ചിരിക്കുന്നു.
കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റും ഇതേ നയം അംഗീകരിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ 36 കേന്ദ്ര സംസ്ഥാന ഭരണപ്രദേശങ്ങളിൽ 34 കേരളം കൂടി ഒപ്പിട്ടാൽ ഈ നയം അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഞങ്ങളുടെ നയം അംഗീകരിച്ചിരിക്കുന്നു. ഒരു കാര്യം സ്മൃതിയോടൊക്കെ പറയട്ടെ, കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളുമാണ് തുടക്കം മുതൽ അംഗീകരിക്കില്ല എന്ന നിലപാടെടുത്തിരുന്നവർ അല്ലേ? അതിൽ തമിഴ്നാട് കോടതിയിൽ പോയി കിട്ടാനുള്ള പണം വാങ്ങിച്ചു. ഇപ്പോൾ കേന്ദ്രം ഈ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ, കേരളത്തിനും കേന്ദ്രത്തിനും തുല്യ പ്രാതിനിധ്യമുണ്ടല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് എന്താണ് വിളിക്കേണ്ടത്? അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ്. നിങ്ങളുടെ ബന്ധം അത്രത്തോളം ഊഷ്മളമായിട്ടുണ്ടോ? അല്ല, അത് സ്മൃതി, കോൺഗ്രസുമായിട്ട് ഹരിയാനയിലും കർണാടകയിലുമുള്ള അതേ ബന്ധം കേരളത്തിലുണ്ട്. അത് പ്രധാനമന്ത്രിയാണ്, ഇത് മുഖ്യമന്ത്രിയാണ്. ഇനി സ്മൃതിക്ക് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്മൃതി ഒന്ന് കേസിന് പോയിക്കോളൂ. കേരളത്തിന് വേണ്ടിയിട്ട്, കേരള ഗവൺമെന്റിന് വേണ്ടിയിട്ട് സ്മൃതിക്ക് ഒരു കേസ് നടത്താലോ? ശ്രീ ടി പി ജയചന്ദ്രൻ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ആ നിലപാട് വ്യക്തമാക്കിയാണ് ചെയ്യേണ്ടത്. അത് അങ്ങ് തുടക്കത്തിൽ പറഞ്ഞ കാര്യം വ്യക്തമാണ്, അതിൽ ഉത്തരം കൃത്യമായി അതിലുണ്ട്. ഞാൻ CPM പ്രതിനിധി ഇല്ലെങ്കിലും CPMന് വേണ്ടി ശ്രീ ജയേന്ദ്രനാണല്ലോ എത്തിയിരിക്കുന്നത്, അദ്ദേഹം അതിൽ പ്രതികരിക്കും. അപ്പോൾ PM ശ്രീ എന്ന് പറയുന്നത് എല്ലാം ചേർന്ന് തന്നെയാണ്. അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും എന്താണോ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ മേഖല അതിലേക്ക് വരേണ്ടി വരും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രീ ജയേന്ദ്രനിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.